ഉദയന്നൂരമ്മയുടെ മുന്നിൽ ഒറ്റ പ്രാർത്ഥനയുള്ളൂ എനിക്ക്. എനിക്കെന്റെ സത്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. അതുവരെ അമ്മ ജീവനോടെ ഉണ്ടാവണം. ആർക്കും ഒരു ദ്രോഹം വരണമെന്ന് ഞാൻ ഇന്നേ വരെ ആഗ്രഹിച്ചിട്ടില്ല. മറ്റുള്ളവർക്ക് ദോഷം വരുന്നതൊന്നും ഈ നിമിഷം വരെ ഞാൻ ചെയ്തിട്ടുമില്ല. എന്റെ പേരിലുള്ള കളങ്കം മാറണമെങ്കിൽ ആ അമ്മ ഇനിയും കുറെ കാലം ജീവിക്കണം. ആ ജീവൻ ഒരാപത്തും വരുത്തല്ലേ ദേവി. കേൾക്കുന്നില്ലല്ലോ, ഇനി എന്താ ചെയ്യാ? സാറേ 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 എന്താ മണിക്കുട്ട? സാറൊന്ന് വേഗം ചെല്ല്, ഇല്ലെങ്കിൽ പാറുവിന്റെ കൈ പൊള്ളും. കൈ പൊള്ളുന്നോ? എന്താ ഉണ്ടായത് മണി? പ്രഭാവതി അമ്മയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി കയ്യില് കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിക്കാ പാറു. ഈശ്വര, ഈ കുട്ടി ഇതെന്താ ചെയ്യണേ? വാ സാറേ. എന്താ മോളെ ഈ കാണിച്ചേ? ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ വിളക്കിലെ തിരി അണഞ്ഞു. ആശുപത്രിയിൽ അമ്മയും അതുപോലെ അണഞ്ഞോണ്ടിരിക്കുകയാണെന്നാ ഉദയന്നൂരമ്മ അടയാളം കാണിച്ചു തന്നത്. അമ്മയില്ലാണ്ടായോ അദ്ദേഹത്തിന് അത് സഹിക്കാൻ കഴിയോ? അതുകൊണ്ടാ ഞാൻ. അതിനിതാണോ പ്രതിവിധി? നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. എന്തിനായിരുന്നു മോളെ ഇങ്ങനെയൊക്കെ? എണ്ണ തൂത്തു കൊടുത്താ മതി, ഭേദാവും. കർമ്മഫലം ഒന്ന് മോള് കേട്ടിട്ടുണ്ടോ? തൊടുത്തുവിടുന്ന കയ്യിൽ തന്നെ തിരിച്ചു വരുന്ന അമ്പ് പോലെയാ. ഓരോ മനുഷ്യനും അവനവന്റെ കർമ്മഫലം അനുഭവിച്ചേ മതിയാവും മോളെ. അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല അച്ഛാ. അദ്ദേഹത്തിന്റെ സ്വന്തം അമ്മയല്ലല്ലോ. എന്നിട്ടും ആ അമ്മയ്ക്കൊരു ആപത്ത് വന്നപ്പോ അദ്ദേഹത്തിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ. സ്വന്തം മകനെ പോലെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടല്ലേ. മകന്റെ ഭാര്യയായി ഏറ്റവും നല്ല പെൺകുട്ടി വരണമെന്നല്ലേ ഏതൊരമ്മയും ആഗ്രഹിക്കൂ. ആ അമ്മയും അത് ആഗ്രഹിക്കുന്നുണ്ട്. അതെങ്ങനെയാ അച്ഛാ അമ്മയുടെ കുറ്റമാവുന്നത്? ഞാൻ വന്നതോടെ ഈ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് മോളുടെ കുറ്റമല്ല. ആരുടെ കുറ്റമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അമ്മ ആശുപത്രി കിടക്കുന്നത് ഞാൻ കാരണമല്ലേ? അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ? കൂടുതലൊന്നും ആലോചിക്കാതെ മോള് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അച്ഛാ, എനിക്ക് ആശുപത്രി പോയി അമ്മയൊന്ന് കാണണം. ഈ നേരത്തോ? വേണ്ട, മോള് പോയി റെസ്റ്റ് എടുക്ക്. അച്ഛനോട് ആദ്യമായിട്ടാ ഞാനൊരു കാര്യം ആവശ്യപ്പെടുന്നത്. പറ്റില്ല എന്ന് പറയരുത്. വാ. ഐസിയുയിൽ എന്താ സംഭവിക്കുന്നതെന്ന് പുറത്ത് നിൽക്കുന്നവരെ അറിയിക്കണ്ടേ? ഇവിടെ നിൽക്കുന്നവരുടെ ടെൻഷനൊന്നും ഡോക്ടർമാർക്ക് അറിയണ്ടല്ലോ. ഡോക്ടർ. യെസ്, പറയൂ. ഡോക്ടർ, അമ്മ ക്രിട്ടിക്കൽ ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. നൽകുന്ന മെഡിസിൻസ് ഒക്കെ ബോഡി റിജക്റ്റ് ചെയ്യാണ്. പൾസും ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു നല്ല സൈൻ അല്ല. ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നത്? ജീവൻ പിടിച്ചു നിർത്താനുള്ള എല്ലാ വഴികളും ഞാൻ നോക്കുന്നുണ്ട്. പക്ഷേ പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. സർവൈവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. സാധ്യതയില്ലെന്ന് തന്നെ പറയാം. എന്ന് വെച്ചാ എന്റെ അമ്മ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നോ? എന്റെ അമ്മയെ ജീവനോടെ തരാൻ ഞാൻ പറഞ്ഞല്ലേ? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഈ ഹോസ്പിറ്റലിൽ ഞാൻ കത്തിക്കും. ഈ വിശാലിനെ അറിയില്ല ഡോക്ടർക്ക്. വിശാൽ, എന്താടാ ഇത്? ഇതൊരു ഹോസ്പിറ്റലല്ലേ?
സോറി ഡോക്ടർ. അച്ഛാ, എന്റെ അമ്മ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. നിനക്ക് സമാധാനമായല്ലോ. ഇനി നിനക്കെതിരെ സംസാരിക്കാൻ ആ വീട്ടിൽ ആരും ഉണ്ടാവില്ല. നീ പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടന്നു. പക്ഷേ ഇനി ആ വീട്ടിൽ നീ കാലുകുത്തില്ല. കാലുകുത്താനേ നീ ജീവനോട് ഉണ്ടായിട്ട് വേണ്ടേ? അമ്മയുടെ കുഴിമാടത്തിലിട്ട് നിന്നെ ഞാൻ പച്ചയ്ക്ക് കൊളുത്തും. ഡോക്ടർ, എനിക്കെന്റെ അമ്മയെ ഒന്ന് കാണണം. ഇപ്പൊ കാണാൻ പറ്റില്ല. എന്തുകൊണ്ട് കാണാൻ പറ്റില്ല? ഡെഡ് ബോഡി അല്ല എനിക്ക് കാണേണ്ടത്, ജീവനുള്ള എന്റെ അമ്മയാ. ഡോക്ടർ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ എന്റെ അമ്മയെ കാണും. മോനെ വിശാൽ, വിശാലേ മോനെ. നിങ്ങൾക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? അവസാന പരീക്ഷണം എന്ന നിലയിൽ പേഷ്യന്റിന് ഹൈഡോസ് മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പാടില്ല. ഞാൻ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കില്ല ഡോക്ടറെ. എനിക്ക് എന്റെ അമ്മയെ ഒന്ന് കണ്ടാൽ മാത്രം മതി. പ്ലീസ് ഡോക്ടർ. സാധാരണ ഞാൻ അനുവദിക്കാത്തതാണ്. നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇത്തവണ സമ്മതിക്കുന്നു. കണ്ടോളൂ. ഡോക്ടർ, ഞങ്ങൾക്കും അമ്മയൊന്ന് കാണണം. ഇനി കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? വാടാ. അമ്മേ, അമ്മയ്ക്ക് പോകാൻ കഴിയോ? ഈ മോനെ തനിച്ചാക്കി അമ്മയ്ക്ക് പോകാൻ കഴിയോ? എന്റെ അമ്മയ്ക്ക് ഒന്നുമില്ല. അമ്മേ, അമ്മേ, ഇവളെന്തിനാ ഇതിനകത്ത് കയറ്റിയത്? അമ്മ കണ്ണടയ്ക്കുന്നത് കണ്ട് സന്തോഷിക്കാനുള്ള വരവാ. ഇവളെ പിടിച്ച് പുറത്താക്ക്. വിനയ്, ഞാൻ പറഞ്ഞു കേട്ടില്ലേ? ഇവളെ പുറത്താക്ക്. നമ്മുടെ അമ്മയെ ഇവളെ കാണണ്ട. പിടിച്ച് പുറത്താക്ക അവളെ. പുറത്തിറങ്ങ. പറഞ്ഞത് കേട്ടില്ലേ? നിനക്ക് കണ്ട് സന്തോഷിക്കാനുള്ള കാഴ്ച വസ്തു അല്ല എന്റെ അമ്മ. നീ പുറത്തിറങ്ങുന്നോ അതോ ഞാൻ ചവിട്ടി പുറത്താക്കണോ? ഞാൻ പൊയ്ക്കോളാം. ഈ പ്രസാദം ഒന്ന് അമ്മയ്ക്ക് തൊട്ട് കൊടുത്തിട്ട് ഞാൻ അപ്പൊ തന്നെ പൊയ്ക്കോളാം. ഏയ്, വേണ്ട. എന്റെ അമ്മേ നീ തൊടണ്ട. നിന്റെ പ്രാർത്ഥനയും പ്രസാദവും ഒന്നും എന്റെ അമ്മയ്ക്ക് വേണ്ട. അച്ഛാ, ഞാൻ ഈ പ്രസാദം അമ്മയ്ക്കൊന്ന് തൊട്ട് കൊടുത്തോട്ടെ. വിശാലേ, പ്രഭാവതി ഇങ്ങനെ കിടക്കാൻ കാരണം പാർവതിയാണെന്ന് ഒരടിസ്ഥാനവുമില്ലാതെ നീ വിശ്വസിക്കുന്നു. അതുപോലെ പാർവതി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാനുള്ള അവകാശം എനിക്കുമുണ്ട്. അതെ, അച്ഛന് ഇവളെ വിശ്വാസമാ. ആ വിശ്വാസം കാരണമാണല്ലോ ഇവളെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് കുടുംബത്തിൽ പ്രതിഷ്ഠിച്ചത്. നമുക്ക് തർക്കിക്കാം, പക്ഷേ ഇതല്ല അതിന് പറ്റിയ സ്ഥലം. ഈ പ്രസാദം പാർവതി പ്രഭാവതിക്ക് തൊട്ടുകൊടുക്കും. അതെന്റെ തീരുമാനമാണ്. എന്റെ തീരുമാനത്തിനാണ് നമ്മുടെ കുടുംബത്തിൽ ഇപ്പോഴും വില. അതിൽ തർക്കമുണ്ടോ നിനക്ക്? ഒരു തർക്കമില്ല. എന്ത് വേണമെങ്കിലും ആയിക്കോ. പ്രാർത്ഥിക്കോ, പ്രസാദം തൊടുകയോ, കൊല്ലുകയോ, തിന്നിയോ, എന്ത് വേണമെങ്കിലും ആയിക്കോ. പക്ഷേ ഞാൻ ഇതിനൊക്കെ ഇവളെ കൊണ്ട് സമാധാനം പറയിപ്പിക്കും. മോളെ, ഇതൊന്നും കാര്യമാക്കണ്ട. നീ പ്രസാദം തൊടിയിച്ചു കൊടുക്ക. തൊട്ടുകൊടുക്ക.
അമ്മേ ചേച്ചി അമ്മേ 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 ചേച്ചി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൾ അമ്മയെ കൊല്ലാൻ വന്നാണെന്ന്. ഡോക്ടർ അമ്മേ, ഡോക്ടർ എന്ത് പറ്റി? എല്ലാവരും ഒന്ന് മാറി നിന്നേ. മാറി നിക്ക്. അമ്മേ, ഹലോ, അമ്മേ, എന്താ മാറി പറ്റിയെ? നിക്ക്. അമ്മേ, മാറി നിക്ക്. നോക്കട്ടെ. അമ്മ, എല്ലാവരും ഒന്ന് പുറത്തിറങ്ങി നിക്ക്. അമ്മേ അമ്മേ, വാ, അമ്മ, വാ പുറത്തേക്ക് വാ അമ്മ. വാ. എല്ലാവരും ഒന്ന് ഇറങ്ങി. അമ്മ ഇനി ഇല്ലെന്ന് പറയാൻ ഡോക്ടർ ഇപ്പോ ഈ ഐസിയുവിൽ നിന്ന് പുറത്തിറങ്ങി വരും. അമ്മയുടെ ശ്വാസം നിലച്ചാൽ പിന്നെ ഒരു നിമിഷം പോലും നീ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഞാനേ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഞാനേ നടപ്പിലാക്കാൻ പോവാ. ഡാ നിനക്ക് ഇവിടെ കൊല്ലണോ? കൊല്ലടാ. പക്ഷേ അതിനു മുന്നേ നീ ഈ അച്ഛനെ കൊല്ലണം. കൊല്ല്, എന്നെ കൊല്ല്. കൊല്ല എന്നെ, കൊല്ലണ എന്നെ. എന്നിട്ട് നീ എന്ത് വേണേലും അയക്കോ. അളിയൻ ഇപ്പോഴും ഇവളുടെ ഭാഗത്ത് നിൽക്കുന്ന കാണുമ്പോഴേ എനിക്ക് അകത്തൊരാൾ മരിക്കാൻ കിടക്കളിയാ. ഒന്നുമില്ലെങ്കിലും 10-25 കൊല്ലം നിഴല് പോലെ അളിയന്റെ കൂടെ വന്നല്ലേ ചേച്ചി. എന്നിട്ടും ചേച്ചി ഓർത്ത അളിയന് സങ്കടമൊന്നുമില്ല. ഇവളെ ഓർത്താ. ചേച്ചി അത്താലും അളിയന് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവളെ ആരും തൊടാൻ പാടില്ല. ഇവളത് തൊട്ടുകൊടുത്തപ്പോ അമ്മയുടെ കണ്ടീഷൻ കൂടുതൽ മോശമായി. ഇവള് തൊട്ടുകൊടുത്തത് പ്രസാദം തന്നെയാണെന്ന് അച്ഛൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അച്ഛൻ വിശ്വസിക്കും. ഇവളെ കൺമുന്നിൽ വെച്ച് ഒരാളെ വെട്ടിക്കൊന്നാലും കയ്യബദ്ധമാണെന്ന് പറഞ്ഞ് അച്ഛൻ ഇവളെ ന്യായീകരിക്കും. അച്ഛാ, അമ്മ ഇനി ഇല്ലെന്ന് ഡോക്ടർ വന്ന് പറഞ്ഞ പിന്നെ ആര് പറഞ്ഞാലും ഞാൻ അടങ്ങില്ല. ആര് പറഞ്ഞാലും. അതിനു മുമ്പേ ഇവളോട് ഇറങ്ങി പോകാൻ പറ. കേട്ടില്ലടി, ജീവൻ വേണമെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടി പോടി. എടി പോടി. അങ്കിളെ, ഡോക്ടർ, അമ്മ. മിറാക്കിൾ എന്നൊക്കെ പറയുന്നത് ഇതാണ്. ആ പേഷ്യന്റിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാവുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഡോക്ടറെ ഒന്ന് വ്യക്തമായിട്ട് പറയ്. ഇനി പേടിക്കാനൊന്നുമില്ല. പേഷ്യന്റിന് ബോധം തിരിച്ചു കിട്ടി. സംസാരിക്കാനും തുടങ്ങി. ഡോക്ടർ, ഒരു മഹാത്ഭുതം തന്നെയാ നിങ്ങളുടെ അമ്മയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പാറു, മണിക്കുട്ട, ഞാൻ പാറു വരുന്നുണ്ടോന്ന് നോക്കിയിരിക്കുകയായിരുന്നു. എന്തായി പാറു? എനിക്കറിയില്ല മണിക്കുട്ട. എന്നെ അവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല. അച്ഛൻ എന്റെ കൂടെ നിന്നതുകൊണ്ട് അമ്മയുടെ നെറ്റിയിലെ പ്രസാദം തൊട്ടുകൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ആ ജീവൻ അണയാതെ നോക്കണേന്നും മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടാ ഞാൻ പ്രസാദം തൊട്ടുകൊടുത്തത്. അമ്മ എന്റെ പ്രാർത്ഥന കേട്ടോന്ന് എനിക്കറിയില്ല. കേക്കും പാറു. പാർവതി, പാർവതിക്ക് എന്തോ മോശം സൂചന കിട്ടിയെന്ന് മണി പറഞ്ഞു. അതുകൊണ്ട് അവരെ വിളിച്ച അമ്മയുടെ വിവരം അന്വേഷിക്കാനുള്ള ധൈര്യം വന്നില്ല. പാർവതി അമ്മയെ കണ്ടോ? മണി പറഞ്ഞത് സത്യം അഗാർഗി. ഞാൻ ആശുപത്രി പോയി അമ്മയെ കണ്ടു. എന്താ പാർവതി, എന്താ ഉണ്ടായത്? അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മയുടെ ശ്വാസം നിലച്ചാൽ പിന്നെ ഒരു നിമിഷം പോലും നീ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ജീവൻ വേണമെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടി പോടി. ഇനിയും എന്റെ സത്യം തെളിയിക്കാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് അറിഞ്ഞതുകൊണ്ടാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നത് ഗാർഗി. എല്ലാവരും എന്റെ നേർക്ക് വിരൽ ചൂണ്ടുമ്പോ എന്റെ ഭാഗത്ത് നിൽക്കാൻ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ പേരിൽ അച്ഛനും മോനും വഴക്കിടാൻ തുടങ്ങി. എനിക്കത് സഹിക്കാൻ കഴിയില്ല ഗാർഗി. പാർവതി, അവരൊക്കെ പറയുന്നത് സത്യമല്ലേ? ഞാൻ വന്നു കയറിയതോടെ ഈ വീട്ടിലെ സമാധാനവും സന്തോഷവും
ഒക്കെ നഷ്ടപ്പെട്ടില്ലേ? അമ്മയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നതും ഞാൻ കാരണമല്ലേ? മുത്തശ്ശന്റെ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോയാലോന്ന് ഞാൻ ആഗ്രഹിച്ചത്. കയറി ചെന്ന വീട്ടിൽ നാശം വരുത്തിയിട്ടാ ഞാൻ തിരിച്ചു വന്നേന്നറിഞ്ഞ അവർക്കത് സഹിക്കാൻ കഴിയോ? പാർവതി, പാർവതി നിക്ക്, ഇങ്ങോട്ട് വാ. വേണ്ട ഗാർഗി, ഇങ്ങോട്ട് വാ. ഗാർഗി വേണ്ട. വരാനല്ലേ പറഞ്ഞേ, വാ. അച്ഛമ്മേ, പാർവതി ആശുപത്രിയിൽ നിന്നാ വരുന്നത്. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഇവളെ ബാക്കി വെക്കില്ലെന്നാ വിശാൽ ബ്രോയുടെ തീരുമാനം. അവരെന്തൊക്കെയാ ഈ പറയുന്നേ? പാർവതി എന്ത് തെറ്റാ ചെയ്ത്? വിശാൽ ബ്രോയ്ക്ക് അപകടം വരാൻ പോകുന്നു എന്ന് തോന്നിയപ്പോ അതിവിടെ വന്ന് പറഞ്ഞു. അതിനാണോ അവരിങ്ങനെ പറയുന്നത്? അവളൊരു ജീവൻ രക്ഷിക്കുകയല്ലേ ചെയ്തത്? അച്ഛമ്മ പറയ്. തെറ്റും ശരിയും വിധിക്കാൻ ഞാൻ ആളല്ല മോളെ. പക്ഷേ ഞാൻ ആരെയാ വിശ്വസിക്കേണ്ടത്? ഒന്ന് പറഞ്ഞതാ. വിശാല് തനിച്ചായപ്പോ തൊട്ട് അവനെ ചേർത്ത് പിടിക്കാൻ തുടങ്ങിയതാ പ്രഭാവതി. ഗായത്രിയുടെ കുറവ് അവൻ അറിയാത്തതേ അതുകൊണ്ടാ. വിശാലിന്റെ മരണം അവൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലേ ഇത്രയും കൊല്ലക്കാലം അവനെ പോറ്റണമായിരുന്നോ? പണ്ടേ അവൾക്ക് ചെയ്യാമായിരുന്നില്ലേ? മോള് തന്നെ അതൊന്ന് ആലോചിച്ചു നോക്ക്. അച്ഛമ്മ, എന്റെ കുഞ്ഞിനെ പൊന്നുപോലെ വളർത്തിയ പ്രഭാവതിയാണോ വിശാലിന്റെ പോലും സമ്മതമില്ലാതെ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഇവിടെയാണോ ഞാൻ വിശ്വസിക്കേണ്ടത്? ഭർത്താവ് കൺകണ്ട ദൈവമാണെന്ന് വിശ്വസിക്കുന്നവരുടെ ഗ്രാമത്തിൽ നിന്നാ ഞാൻ വരുന്നത്. സ്വന്തം ജീവൻ പോയാലും താലി കെട്ടിയ ആളുടെ ജീവൻ സംരക്ഷിക്കണം. അതാ അവിടുത്തെ വിശ്വാസം. ഞാൻ ചെയ്തതും അത് തന്നെയാ. എന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ചു. അതിന് ശിക്ഷ അനുഭവിക്കുന്നതിൽ എനിക്ക് ഒരു മടിയുമില്ല, പേടിയുമില്ല. അദ്ദേഹം എന്റെ ജീവൻ എടുത്താലും ഈ താലി എന്റെ കഴുത്തിലുണ്ടാവും. അത് മതി എനിക്ക്. മോളെ, പാർവതി തെറ്റ് ചെയ്തുന്ന് ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞാലും നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും മോളെ. കാരണം നിന്റെ കഴുത്തി കിടക്കുന്ന ഈ ലോക്കറ്റ് എന്റെ ചേച്ചിയുടേതാ. മകന്റെ ഭാര്യയ്ക്ക് ചേച്ചി അത് സന്തോഷത്തോടെ സമ്മാനിച്ചു എന്ന് വിശ്വസിക്കുന്നവളാ ഞാൻ. നീ ഈ വീട്ടിലെ മരുമോളായി വന്നത് ഉദയന്നൂരമ്മയുടെ തീരുമാനമാണെന്നാ ഗോപിയേട്ടൻ വിശ്വസിക്കുന്നത്. അത് സത്യമാണെങ്കിൽ ഉദയന്നൂരമ്മ തന്നെ മോളുടെ നിരപരാധിത്വം തെളിയിക്കുകയും ചെയ്യും. അമ്മ, എന്തിനാ പാർവതി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? അവൾ എന്ത് തെറ്റാ ചെയ്തേ? അമ്മ ഒന്ന് ചിന്തിച്ചു നോക്ക്. വിഷക്കുപ്പി ഉരുണ്ടു വരുന്നുണ്ട്.